നമ്മുടെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ്. സോ എല്ലാവരും ആ ഒരു എന്താ പറയാ സീരിയസ്നെസ്സിൽ ഇരിക്കുക. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. സോ യാ, ഫസ്റ്റ് ഓഫ് ഓൾ I'm welcoming you all a very good a very warm welcome because എന്താണ് നമ്മുടെ ഈ ഒരു BA Jan 24 ബാച്ചിന്റെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ്, 8th സെഷൻ ആണ് അല്ലെ. സ്വിച്ച് ഇറ്റ് ഓൺ, സ്വിച്ച് ഇറ്റ് ഓൺ എന്നുകൊണ്ട് ലിറ്ററലി സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് തന്നെയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ബിക്കോസ് നമ്മുടെ ആ ഒരു എന്താണ് ഗെയിമിംഗ് സെക്ഷനും അതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നമ്മൾ അതിന് മുന്നേ അറ്റൻഡ് ചെയ്തു. അപ്പൊ എല്ലാ സെഷൻസിനും ഒടുവിൽ നമ്മൾ സ്റ്റഡീസിലേക്ക് ലിറ്ററലി നമ്മൾ സ്റ്റഡീസിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിനുള്ള എന്താ പറയാ നിങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ലിറ്ററലി വി ആർ മൂവിങ് ഓൺ ടു അവർ സ്റ്റഡീസ്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ സ്റ്റഡീസ് സീരിയസ്ലി നമ്മുടെ ലൈവ് സെഷൻസും അതേപോലെ തന്നെ ലെസൺസും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ഇയർ അഹെഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. സോ സീരിയസ് ആയിട്ട് അതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഈ ഒരു സ്വിച്ച് ഇറ്റ് ഓൺ സെഷൻ. ഓക്കെ, സോ അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മുടെ കൂടെ ഇംഗ്ലീഷിലെ മെന്റർ ആയിട്ടുള്ള കാവ്യ മാം ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡിങ്ങിനായിട്ട് നമുക്ക് ഹിബ മാമും അശ്വതി മാമും ആൻഡ് കീർത്തന മാമും ഇവിടെ ഉണ്ട്. നിങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിഷൻ കൗൺസിലർ ആയിട്ടുള്ള സാബിക് സാറും അതേപോലെ നിങ്ങൾക്ക് ടൈം ടേബിൾ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിക്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറ്, ദെൻ അഡ്മിഷൻ കോർഡിനേറ്റർ സാദിയ മാം ഒക്കെ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു സെഷനിൽ. സോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും മീറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അറിയാനൊക്കെ സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ബിക്കോസ് നമ്മുടെ ഈ ഒരു എല്ലാ ഓറിയന്റേഷൻ സെഷനും അറ്റൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ആക്ഷൻ ടാസ്കുകൾ നല്ല കൃത്യമായിട്ട് ചെയ്യാത്തവരുണ്ട്. മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ എന്നിരുന്നാലും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. സോ അതിനു മുന്നായിട്ട് നമുക്ക് കാവ്യ മാമിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. കാവ്യ മാമിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ മൂവിങ് ഓൺ ടു കാവ്യ മാം. Thank you, Michelle ma'am. So good evening all. ഗുഡ് ഈവനിങ്. ആൻഡ് ഇന്ന് നമ്മളെ ഫൈനൽ സെഷൻ ആണല്ലേ ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ. നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതോടെയാണ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള കോഴ്സ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. വി നോ ദാറ്റ് ഓൾറെഡി കുറെ പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഇഫ് യു ഹാവ് മോർ ടൈം, ഇപ്പൊ കുറെ പേര് വർക്കിംഗ് ആണ്, ഹൗസ് വൈഫ്സ് ആണ്, അല്ലാണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ പൊതുവെ കേൾക്കാറുണ്ട്. ടൈം കിട്ടുന്നില്ല, വീട്ടിലെ പണിയുണ്ട്, ഓഫീസിലെ പണിയുണ്ട്, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാനൂടെ ടൈം കിട്ടുന്നില്ല, എങ്ങനെയാണ് പഠിക്കാന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്താ പറയാ ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഡെയിലി കുറച്ച് സിലബസ് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് വീട്ടിൽ പഠിക്കാനായിട്ട് മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ ക്ലാസ്സസ് കണ്ടുപോകുന്നതിന്റെ കൂടെ SLM ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക, വായിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പൊ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ആസ് യു നോ, ഇപ്പൊ ഞാൻ ആയിക്കഴിഞ്ഞാലും മിഷേൽ മാം ആയിക്കഴിഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ദാറ്റ് മെന്റേഴ്സ് ആർ അവൈലബിൾ 12 hours അല്ലെ. ഒരു ദിവസം മോർണിംഗ് 9 to evening 9 വരെ ഞങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ 9 മണി കഴിഞ്ഞിട്ട് ചോദിക്കാൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി കോൾ ആവട്ടെ വീക്ക്ലി കോളിന് ചോദിക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ തന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. ഓക്കെ, സോ വേറെ ഒരു കാര്യം കൂടെ എന്താ പറയാ, നമുക്ക് ഫൈനൽ ഇതാവുന്ന വരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് ഇനി ലാസ്റ്റ് ആവുന്ന വരെ ലാസ്റ്റിലേക്ക് പഠിക്കാന്ന് വെച്ചാൽ എല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്.
പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ്. സോ അതൊന്ന് മാറ്റി വെക്കുക. നമ്മളുടെ ഇനി ലൈഫിലേക്ക് സ്റ്റഡീസ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഷെഡ്യൂള് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓൾ റൈറ്റ്. സോ നമുക്ക് നമ്മളെ കൂടെ സാബിക് സർ ജോയിൻ ആയിട്ടുണ്ട്. സോ ഐ ബി വെൽക്കമിങ് സാബിക് സർ. സോ സാബിക് സർ നമ്മളുടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ കൗൺസിലർ ആണ്, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ കൗൺസിലർ ആണ്. സോ ഹി വിൽ ബി അഡ്രസ്സിംഗ് യു ആൻഡ് നമുക്ക് വെൽക്കം ചെയ്യാം അല്ലെ സാബിക് സാറിനെ. ഓവർ ടു യു സർ. നമ്മളിപ്പോ ഫസ്റ്റ് സെഷൻ ആണ്, സ്വിച്ച് ഓൺ സെഷൻ ആണ് വരുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള പാർട്ടുകൾ ലാംഗ്വേജിലെ ക്ലാസ്സും കാര്യങ്ങളും മെന്റേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ക്ലാസ്സും കാര്യങ്ങളും ഡീപ്ലി ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് സെഷൻസ് ഒക്കെ ആയിട്ട്. ഇനി അങ്ങോട്ടാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഐ വിഷ് എവ്രി വൺ വെരി ഹാപ്പി വെൽക്കം ടു ലാംഗ്വേജ് ഫാമിലി. നേരത്തെ മാഡംസ് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് നമ്മൾ ഈ വരുന്ന 3 വർഷം ഒരു ഫാമിലി ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കുക, അതിനനുസരിച്ച് പോവുക. എന്ത് ഡൗട്ട്സോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് മെന്റേഴ്സ് ആയിട്ടോ അതല്ലെങ്കിൽ അഡ്മിഷന്റെ വേറെ എന്തെങ്കിലും കൺസേൺസ് ആയിട്ടോ ID കാർഡ് ഇഗ്നോർ റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. വി വിൽ ബി ഹിയർ എവറി ടൈം. ഒരു ടെക്സ്റ്റ് വേ നമ്മളെല്ലാവരും അവൈലബിൾ ആയിരിക്കും. അതായത് ക്വയറീസ് ആയാലും ഡൗട്ട്സ് ആയാലും അക്കാഡമിക്സ് ആയാലും ഇനി ഇഗ്നോർ റിലേറ്റഡ് എന്ത് ക്വയറീസ് ആയാലും വിൽ ബി ഹിയർ. So moving apart, in short, we really welcome to everyone to LearnWise family, and we'll be moving on to the session. Thank you. Yeah. പിന്നെ നമുക്ക് ഇത്രയും സെഷൻസ് നമ്മൾ എട്ടാമത്തെ ഓറിയന്റേഷൻ സെഷനിലാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും സെഷൻസിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു, ആക്ഷൻ ടാസ്കുകൾ ചെയ്തു. അതേപോലെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഗെയിമിംഗ് പരിപാടികളൊക്കെ കളിച്ചു, ഗെയിമിംഗ് ഒക്കെ ചെയ്തു. ആൻഡ് അങ്ങനെ എല്ലാ സെഷനിലും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാ ടാസ്കുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് കുറെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നും നമുക്ക് ഒരു ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാനും കാവ്യ മാമും ആക്ച്വലി നല്ല പാടുപെട്ടിട്ടാണ് 2 ആൾക്കാരെ അതിൽ നിന്നും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ബിക്കോസ് എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ആ ഗെയിമിംഗ് സെക്ഷനിലൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാവരും നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗെയിമിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആള് പിന്നെ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ഓടി നടന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്നും ബെസ്റ്റ് പെർഫോമറെ കണ്ടുപിടിക്കുക, തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, റൈറ്റ്? അപ്പോ എന്നിരുന്നാലും നമ്മൾ 2 പേരെ എന്തായാലും അതിൽ നിന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ 2 പേരെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ആക്ഷൻ ടാസ്ക്. അതുപോലെ എല്ലാ ഫോളോ അപ്പിന്റെയും ബേസിസിലാണ് ഈ ഒരു ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ 2 സ്റ്റുഡൻസിനെ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സോ വിൽ ബി സ്ക്രീനിങ് ദ വിന്നേഴ്സ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബെസ്റ്റ് പെർഫോമറിൽ ഒരാൾ വരുന്നത് ആരാണ്? അഭിഷയാണ്. അഭിഷ ഈസ് ഹിയർ, റൈറ്റ്? അഭിഷ ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? യെസ്, അഭിഷ. ഓക്കെ, കൺഗ്രാറ്റ്സ് അഭിഷ. എല്ലാവരും അഭിഷയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക കേട്ടോ. The next best performer is Shahana. Okay, thank you so much. So, 2 പേർക്കും congratulations. 2 ആളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ബാക്കിയുള്ളവർ പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ചു, എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ സെഷനിലും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഓറിയന്റേഷൻ സെഷൻസ് ഓൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറ്റിയത് നിങ്ങളുടെ ഒരു കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ കൊണ്ടാണ്. സോ ബിഗ് താങ്ക് യു ഫോർ യു ഓൾ. ഓക്കെ, സോ വിൽ ബി മൂവിങ് ഓൺ. അപ്പോ യെസ്, വി നീഡ് യുവർ ഫീഡ്ബാക്ക്. നമുക്ക് എല്ലാത്തിനും നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ബിക്കോസ് നമ്മൾ 8 സെഷൻ ആയില്ലേ നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം അറ്റൻഡ് ചെയ്യുന്നു അല്ലെ. ഓരോ സെഷനും ഓരോ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ ഇൻഫോർമേറ്റീവ് സെഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഗെയിമിംഗ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഹോൾ ടീം ലേൺവൈസ് ടീമിനെ നിങ്ങൾ പരിചയപ്പെട്ടു. സോ ഈ ഹോൾ ടോട്ടൽ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഓൾ ദീസ് തിങ്സ് എന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ ഫസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നത്? അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കട്ടോ. അപ്പൊ അതിന് മുന്നേ വോളണ്ടറിലി ആരാന്ന് വെച്ചാല് പറയാ. ഓക്കെ,
ഇതൊരു ഗെയിമാണ്, അനദർ ഗെയിമാണ്. നമ്മൾ ഫസ്റ്റ് സെഷന് കളിച്ച പോലെ തന്നെ വേറൊരു ഗെയിമാണ്. സോ ഡു പാർട്ടിസിപ്പേറ്റ് വെൽ. കിട്ടിയവർക്കൊന്നും ആവേശം കുറഞ്ഞു പോയോ? ബെസ്റ്റ് പെർഫോമർ കിട്ടിയവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ, ബാക്കിയുള്ളവർക്കും ബെസ്റ്റ് പെർഫോമേഴ്സിനും എല്ലാവർക്കും. ബിക്കോസ് ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തും. അപ്പോഴൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്നെങ്കിൽ അവരെ പോലെ നിങ്ങൾക്കും ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും മുന്നോട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കടന്നു വരും എല്ലാവരും. ഓക്കെ ഫൈൻ. ആരാണ് ഫസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഓക്കെ. സോ വി ഹാവ് അശോക് സർ, നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ അശോക് സർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹിൽ ബി അഡ്രസ്സിംഗ് യു ആൻഡ് വിൽ ബി ഷെയറിംഗ് യുവർ ടൈം ടേബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓൾറെഡി. എല്ലാവർക്കും ഫസ്റ്റ് സെഷനിന്റെ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമുക്കൊരു മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടായിരിക്കുന്നതാണ്. ആ ടൈം ടേബിളിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ ലൈവ് സെഷൻസും എല്ലാം തന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്. സോ ആ ഒരു ടൈം ടേബിൾ ഷെയർ ചെയ്യാനും നിങ്ങൾ അഡ്രസ് ചെയ്യാനും നമുക്ക് ഇവിടെ ലേൺവൈസ് കോഴ്സ് കോർഡിനേറ്റർ, അക്കാഡമിക്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സർ ഇവിടെ ഉണ്ട്. സോ ഐ എം ഇൻവൈറ്റിംഗ് അശോക് സർ. സർ ഓവർ ടു യു. താങ്ക് യു മിഷേൽ മാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ സെഷന്റെ ഓറിയന്റേഷൻ സെഷന്റെ 8ാമത്തെ സെഷൻ, ലാസ്റ്റ് സെഷനിലാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത് അവിടെയാണ്. അപ്പൊ ഇതിന്റെ പേര് പറയുന്ന പോലെ സ്വിച്ച് ഇറ്റ് ഓൺ ആണ് അല്ലെ. സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമ്മുടെ അക്കാഡമിക് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ട്. മെന്റേഴ്സ് ആയ മിഷേൽ മാം അതുപോലെ കവി മാം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് ടൈം ടേബിൾ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞാനത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിങ്ങിലോട്ട് പോവാണ്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ലേൺവൈസിന് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ലേൺവൈസിൽ ജോയിൻ ചെയ്ത ഒരു ഇതനുസരിച്ച് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് നിങ്ങളുടെ ഈ അക്കാഡമിക് ജേർണിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് 8 സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും അല്ലെ. 4 കോർ പേപ്പേഴ്സും പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസും ജനറിക് എലക്ടീവ്സും കാര്യങ്ങളായിട്ട് 8 കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ അക്കാഡമിക് ജേർണി, ഫസ്റ്റ് ഇയറിന്റെ ടോട്ടൽ അക്കാഡമിക് ജേർണിനെ 2 ഫേസ് ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ഈ ഒരു ജാനുവരി ടു മെയ് അല്ലെങ്കിൽ ജാൻ ടു ജൂൺ എന്ന് പറഞ്ഞ സെഷനും പിന്നെ ജൂലൈ ടു ഡിസംബർ എന്ന് പറഞ്ഞ സെഷനായിട്ട് തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജാനുവരി ടു ഒരു ജൂൺ എന്ന് പറഞ്ഞ സെഷനിൽ നമുക്ക് ഈ 8 കോഴ്സിൽ 4 കോഴ്സാണ് നിങ്ങൾക്ക് ജാനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം 4 മെയിൻ കോർ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ എന്താണ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആൻഡ് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ. ഈ 4 കോർ പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് ഓണേഴ്സ് എടുത്ത ലേണേഴ്സിന് പഠിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ കോർ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം ടൈം ടേബിൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു കോർ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് കണ്ട് ആ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ബാക്കിയുള്ള ഇലക്ടീവ്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലോട്ട് വരുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പൊ 1 ഫെബ്രുവരിയിലാണ് നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എടുക്കുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതിൽ ഓൾറെഡി നമ്മുടെ സ്റ്റോർ ഉണ്ടാവും. ആ വീഡിയോ ആണ് നിങ്ങൾ അന്ന് കാണേണ്ടത്. അന്ന് രാവിലെ 10:30 അതുപോലെ ഈവനിങ് എന്താണ് നിങ്ങൾക്ക് അതിന്റെ ലെസൺ 1 ആണ് ഉണ്ടായിരിക്കുക ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിന്റെ. അതുപോലെ പിറ്റേ ദിവസം ലെസൺ 2 ഉണ്ടാവും, അതിന് പിറ്റേഷൻ ലെസൺ 3, അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ലെസൺ 5 എന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആവാണ്. ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആയിട്ട് പിന്നെ വരുന്ന 2 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണുള്ളത്, നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം ലൈവ് സെഷൻസ് ബാർ, അസൈൻമെന്റ് റൈറ്റിംഗ് ബാർ, സെൽഫ് സ്റ്റഡി ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോസ് കാണുക, അതിന്റെ കൂടുതൽ വാനിറ്റി ഉണ്ടായിരിക്കും, അത് വായിക്കുക. അതിൽ വാല്യൂ ആഡ് നോട്ട്സും എക്സാം വീഡിയോ നിങ്ങൾക്ക് ഒരുമിച്ചുണ്ടാവും, അത് വായിക്കുക. അതിനുശേഷം അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കാര്യങ്ങൾ എന്താണുള്ളതെങ്കിൽ അതെന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ പേപ്പർ, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്തിനാ അങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന ഈ ലൈവ് സെഷന്റെ ദിവസം നിങ്ങൾക്ക് ഏതർ മെന്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഫാക്കൽറ്റി എന്ത് ചെയ്യും, നിങ്ങളെ ലൈവ് സെഷന്റെ സൂം മീറ്റിംഗിൽ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരത് ക്ലിയർ ചെയ്ത് തരും. അതല്ല നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിന്റെ ഒരു സമ്മറി, ഫസ്റ്റ് ബ്ലോക്കിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ ഒരു സമ്മറി നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അത് ആ ഒരു ഇത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ടൈം ടേബിൾ സാറ്റർഡേ കഴിഞ്ഞാൽ മൺഡേ. കാരണം നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ 10:30 തന്നെ ഇരുന്നൊരു ലെസൺ കാണും, രാത്രി 7:30 തന്നെ കാണും. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. ചിലപ്പോൾ എന്തായിരിക്കും 10:30 നമുക്ക് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി 10 മണിക്ക് നമ്മൾ ഫ്രീ ആവുമെന്ന് വിചാരിച്ചോളൂ.
അപ്പൊ എന്ത് ചെയ്യുക, ആ ഫ്രീ ആവുന്ന സമയത്ത് അന്നത്തെ 2 വീഡിയോസ് കാണുക. അതല്ല നമുക്ക് അന്നത്തെ ദിവസം ഒന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. എങ്ങനെ നമുക്ക് ടൈം ടേബിൾ പ്രകാരം തന്നെ പോകാൻ നോക്കുക. അതല്ല പറ്റുന്നേ ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ സൺഡേ നമ്മളൊരു ഡേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിംഗ് ആയത് കണ്ടു തീർക്കാൻ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ നിങ്ങൾക്ക് ഏതെങ്കിലും ലെസൺസ് കണ്ടു എനിക്ക് പോരാ അത് മനസ്സിലല്ല ഒന്നും കൂടിയും കാണണം, റീവാച്ച് ചെയ്യണം, അതിനുള്ള ദിവസമാണ് നമ്മൾ ഈ റിവിഷൻ സെഷന്റെ ദിവസം അല്ലെങ്കിൽ സൺഡേ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് അടുത്ത ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യും. ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു റിവിഷൻ സെഷൻസ് ഉണ്ട്. അതുപോലെ ബ്ലോക്ക് 3 അങ്ങനെ ആ ഒരു ഫുൾ സബ്ജക്ട് നമ്മൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ് നമ്മൾ നെക്സ്റ്റ് എന്താണ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പറഞ്ഞ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിന്റെ 4 ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് 4 ലൈവ് സെഷൻ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പേപ്പറായ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പോകുന്നത്. അതും ഇതുപോലെ എല്ലാ ബ്ലോക്സും കംപ്ലീറ്റ് ചെയ്യുക. അത് ആ ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വരുന്നത്, പിന്നെ നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നത് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയൽ ഒരു എലക്ടീവ് പേപ്പർ ആണ്. അതുപോലെ നിങ്ങളൊരു കോർ പേപ്പർ. ഈ 2 പേപ്പറും പാരലലി നമുക്ക് നിങ്ങൾക്ക് 2 കോർ പേപ്പർ അല്ലാത്തതുകൊണ്ട് കേട്ടോ. എലക്ടീവ് പേപ്പർ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ 2 പേപ്പർ കുറേ ലിറ്ററേച്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും അത് ആ ഒരു ബോർഡം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എല്ലാ ബ്ലോക്കും കഴിഞ്ഞാൽ റിവിഷൻ സെഷൻസ് ഉണ്ടാവും. ഒരു 6th മെയ്യോട് കൂടി നിങ്ങൾ 4 പേപ്പർ നമ്മുടെ 8 പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് സെഷൻസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നത്തെ ഒരു മന്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ വിട്ട ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം പറഞ്ഞാൽ നമ്മൾ ലേൺ വൈസിൽ മോഡൽ എക്സാം നടത്തുന്നുണ്ടെന്ന്, അങ്ങനെ എല്ലാ മോഡൽ എക്സാം കൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങളുടെ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് അത്രയും പറഞ്ഞ പോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, 3 മണിക്കൂറിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഈ ഒരു ദിവസം കൊണ്ട് 4 സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ജൂൺ ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഈ 4 സബ്ജക്റ്റിനെ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞു, ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു, എക്സാംസ് എഴുതി, റിവിഷൻസ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ ആ 4 സബ്ജക്റ്റ് മാറ്റി വയ്ക്കുകയാണ്. ഇനി പിന്നെ നിങ്ങൾക്ക് അടുത്ത ജൂൺ മുതൽക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടുത്ത 4 സബ്ജക്റ്റിന്റെ ക്ലാസ്സും കാര്യങ്ങളാണ് ഇതുപോലെ വരാൻ പോകുന്നത്. സോ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈം ടേബിൾ ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതനുസരിച്ച് ഫെബ്രുവരി 1 മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ലെസൺസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുക. ഈ പ്രോപ്പർ ലൈവ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. മെന്റേഴ്സ് എടുക്കുന്ന ലൈവ് സെഷൻസ് ആണെങ്കിലും ഫാക്കൽറ്റി അത്ര ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കണ്ടിട്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. ആൻഡ് എന്താ പറയാ, നിങ്ങൾ ഇവിടെ ഒത്തിരി പൈസ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഗ്നോയിൽ പൈസ കൊടുത്താൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ അതൊരു വർത്ത് ആക്കിക്കൊണ്ട് അത് അത്രയും മാക്സിമം അത് യൂസ്ഫുൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ ഒരു ലക്ഷ്യത്തോട് കൂടി എനിക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, ആ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അശോക് സർ. അപ്പൊ എല്ലാവരും ടൈം ടേബിൾ ഒക്കെ കണ്ടല്ലോ അല്ലെ? സോ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് an idea to എന്താ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രോഗ്രസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ടൈം ടേബിൾ കണ്ടപ്പോ ഇതുവരെ ടൈം ടേബിൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ടൈം ടേബിൾ കണ്ടപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? സോ ഓഫ് കോഴ്സ് മൂവിങ് ഓൺ, നമുക്ക് ഇനി നെക്സ്റ്റ് നിങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സാദിയ മാം ഇവിടെ ഉണ്ട്. സോ ഐ എം ഹാൻഡിങ് ഓവർ ദ സെഷൻ. സാദിയ മാം, ഓവർ ടു യു. Hi everyone, good evening. So hello everyone once again. So എൻ്റെ പേര് സാദിയ, ഞാൻ ലേൺവൈസിലെ അഡ്മിഷൻ ടീം ലീഡ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ലൈക്ക് എന്റെ ടീമിലെ പല മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും, ലൈക്ക് അവരെ കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. So on behalf of my entire team, I would like to welcome all of you. So welcome to the LearnWise family. And next എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളെ പോലെ ഒരു ഡിസ്റ്റൻസ് ലേണർ ആയിരുന്നു. ഞാൻ എന്റെ MBA ചെയ്തത് ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡാണ്. നല്ല ചലഞ്ചിങ് ഒരു ജേർണി തന്നെ ആയിരുന്നു അത്. ബിക്കോസ് ഡിസ്റ്റൻസ് മോഡിൽ പറയുമ്പോൾ നമുക്ക് ലൈക്ക് പല എന്താ പറയാ, നമുക്ക് പല ചാലഞ്ചസ് ഒക്കെ വന്നേക്കാം. സോ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. ആൻഡ് ഓൾസോ നമുക്ക് അറിയുന്നത് പോലെ ഇപ്പം ഇപ്പോഴത്തെ ഒരു ജോബ് സെനാരിയോ വെച്ചിട്ടും പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഒരു സെനാരിയോ വെച്ചിട്ട് നോക്കിയാൽ
ഒരു ഡിഗ്രി ഇല്ലാതെ നമുക്ക് ഒരു നല്ലൊരു ജോബിലേക്ക് എന്തായാലും നമുക്ക് എത്താൻ പറ്റൂല, നല്ലൊരു കരിയർ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റൂല. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഓൾ ടുക്ക് ദിസ് ഡിസിഷൻ ടു കംപ്ലീറ്റ് യുവർ ഡിഗ്രി. സോ ഈ ഒരു ജേർണിയിൽ നമ്മളെ ടീം മെമ്പേഴ്സ് ഒക്കെ നിങ്ങൾ നല്ല മീൻസ് സപ്പോർട്ടീവ് ആയിട്ടുണ്ടാവും. സോ യാ, ഇതാ എനിക്ക് പറയാനുള്ളൂ. അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്സ് കിട്ടട്ടെ. ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് സാദിയ മാം. ഓക്കെ, അപ്പോ എല്ലാവരും അഡ്രസ് ചെയ്തു ആൻഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. സോ what do you feel നമ്മള് ഈ ഒരു ലാസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷനിൽ നിൽക്കുമ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക, ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, നോട്ട് എഴുതുക, then അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അസൈൻമെന്റ്സ് ചെയ്യാൻ തുടങ്ങുക. സോ what do you all feel about this? എങ്ങനെ സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആൻഡ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ എന്നൊന്ന് ഷെയർ ചെയ്യും എല്ലാവരും. നമ്മൾ നേരത്തെ ഒരു ഫീഡ്ബാക്ക് സെഷൻ തുടങ്ങിയതായിരുന്നു, പിന്നെ ടൈം ടേബിൾ ലോഞ്ച് ഉണ്ടായതുകൊണ്ട് മാറ്റിയെന്ന് മാത്രം. ഓക്കെ, സോ അഗെയിൻ പിന്നെ തിരിച്ചിട്ടാണ് ഫീഡ്ബാക്ക് പറയും എല്ലാവരും. വോളണ്ടറിലി എല്ലാവരും വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇത്രയും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഏറ്റവും നല്ല പരിചയമായി. സോ ഇനി ഒരു ഫോർമാലിറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത്രയും സെക്ഷൻ കൊണ്ട് നമുക്ക് കൂടുതൽ ലൈൻ വൈസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറച്ചും കൂടി നമുക്ക് നല്ല ഒരു കുറെ കൂടി കോൺഫിഡൻസ് ആയി. ഞാൻ നേരത്തെ ഈ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യണത്. അതുകൊണ്ട് കുറച്ചും കൂടി കോൺഫിഡൻസ്. നിങ്ങളെല്ലാവരും നല്ലൊരു ടീമായിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഹാപ്പിനെസ് സെഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച്, ഇപ്പൊ പഠനകാലങ്ങളിൽ കണ്ടതിൽ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഷനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തത്. അതുകൊണ്ട് പിന്നെ നേരത്തെ നല്ല കൺഫ്യൂഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ടീമിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഒരു ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ടൈം ടേബിളും കൂടി കിട്ടിയപ്പോൾ നേരത്തെ എന്ത് ചെയ്യും, എവിടെ തുടങ്ങും, എങ്ങനെ തീർക്കും എന്നുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആലോചിച്ചിരിക്കണായിരുന്നു. ഇപ്പൊ ടൈം ടേബിളും കൂടെ കിട്ടിയപ്പോൾ നല്ലൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട്. ഇനി ഞങ്ങള് നന്നായിട്ട് ചെയ്യണമല്ലോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സിമി. ആൻഡ് നെക്സ്റ്റ് ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഇത്രയും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും പറയാതെ പോയി കഴിഞ്ഞാൽ ഗ്രേറ്റ് ലോസ്. ഹലോ മാം. Yes. ഹലോ മാം. Yes. ഞാൻ പറയാം. അൻഷി. അതെ, ഞാൻ ഇന്ന് സെക്കൻഡ് ആയിട്ടാ ജോയിൻ ചെയ്യുന്നത്. ഇതുവരെയുള്ള ക്ലാസ് ഒന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. Don't worry about that. നമ്മുടെ യൂട്യൂബ് ലിങ്കുകൾ ഷെയർ ചെയ്ത് തരാം ട്ടോ. അപ്പൊ ഇപ്പോഴും ആങ്സൈറ്റി ആണ് കംപ്ലീറ്റ്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനത്തെ ഒരു ആങ്സൈറ്റി ആണ് ഇപ്പോഴും. കാരണം എന്താന്നൊരു ഐഡിയ എത്തിയിട്ടില്ല. കാരണം ഞാനിത് അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ വർക്ക് തിരുത്തല് അതൊന്നും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും ഇപ്പൊ പനിയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് കേൾക്കാന്നുള്ളതിൽ ഇരുന്നു. ഞാൻ TTC ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. പകല് ഫുള്ള് സ്കൂളിലായിരിക്കും. അത് കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാല് വീട്ടില് പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഈ ഒരു ടൈമേ എനിക്ക് കിട്ടുന്നില്ല. ഈ ടൈം ഞാൻ എന്റെ മൈൻഡിൽ ഇല്ല. ക്ലാസ്സിന്റെ ശരിക്കും റിമൈൻഡർ മെസ്സേജ് ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഇതെല്ലാം. അപ്പോഴത്തേക്കും പിന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്ലാസ്സും മിസ്സായി പോയത്. എനിക്ക് ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ ടൈം ടേബിൾ കിട്ടിയപ്പോ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ എന്തായാലും ചെയ്യണം. ആരെക്കൊണ്ടും പറ്റായികയൊന്നും ആരെക്കൊണ്ടും ഇല്ല. എല്ലാവരും ശ്രമിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ. ഞാന് ബാക്കിലായി പോയോ, ഇനി കൊറേ എടുത്ത് ഒന്നിച്ചെത്താനുണ്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതിപ്പോ മാറി കിട്ടിയില്ലേ? ഇപ്പൊ ഇനിയിപ്പോ എല്ലാവരും ഒപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു മാസം ഉള്ളൂ ടീച്ചിങ് പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിന്റെ എക്സാം, അതിന്റെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒപ്പം എനിക്ക് ഇതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും, പക്ഷെ അതില് തളരരുത്. ലൈക്ക് എന്തെങ്കിലും ചെറുത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഞാൻ ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ബാക്ക് അടിക്കരുത്. ബിക്കോസ് ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ടൈം തിരിച്ചിട്ടില്ല.
സോ ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് എക്സാംസ് ഒക്കെ സ്വിച്ച് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഐ വോണ്ട് പ്രിഫർ ദാറ്റ്. എന്നിരുന്നാലും നമുക്ക് സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലം ആയിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വിറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഒരിക്കലും ആലോചിക്കുകയേ ചെയ്യരുത്. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡിറ്റർമിനേഷനിൽ എത്തുക. അല്ലാതെ ചെറുതെന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഓക്കെ ദെൻ ഐ വിൽ ക്വിറ്റ് എന്ന് ചിന്തിക്കാണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് വേണ്ടത്, ആ ഒരു ഡിറ്റർമിനേഷൻ പവറാണ് വേണ്ടത്. നമ്മൾ ഒരു സബ്ജക്ട് മാത്രമേ ഫോളോ ചെയ്യണ്ടുള്ളൂ ഒരു ടൈം അല്ലേ? അങ്ങനെയാണ് അറ്റ് എ ടൈം ഒരു സബ്ജക്റ്റ് ആണ് ഫോളോ ചെയ്യുക. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഫുൾ ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ടൈമിനനുസരിച്ച് വരും. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് യൂഷ്വലി അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാറ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇടയിൽ നമ്മൾ എന്തായാലും ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്ത സബ്ജക്ട് അല്ലെങ്കിൽ അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇടയിൽ വന്നിട്ട് ആ കൺഫ്യൂഷൻ ആവുന്നുള്ളൊരു പേടി വേണ്ട. ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി ആരും ഇല്ലേ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനായിട്ട്? 2 ദിവസം മുന്നേ 2 ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത ആള് വരെ ഫീഡ്ബാക്ക് പറഞ്ഞു കേട്ടോ. സംസാരിച്ചിട്ട് കാവ്യ മാമിനോട് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് അസൈൻമെന്റ് വരെ കാവ്യ മാമിനോട് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞു നെക്സ്റ്റ് എങ്ങനെയാണെങ്കിൽ നീ അടുത്ത സബ്ജക്ട് എടുത്തോ, അടുത്ത സബ്ജക്ട് എടുത്ത് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ നിർത്തി. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടി, പിന്നെ ക്ലാസ് കാണാൻ സമയം കിട്ടിയില്ല. ഓഫീസിലെ തിരക്കും അങ്ങനെ. പിന്നീടാണ് ഇവിടുത്തെ ഓൺലൈൻ സെക്ഷൻസ്, ഓറിയന്റേഷൻ ക്ലാസ്, പിന്നെ നമ്മുടെ വേറെ ലൈവ് സെക്ഷൻ ഇല്ലേ ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ, അങ്ങനെ ലൈവ് സെക്ഷൻ ആയിട്ട്. അപ്പൊ ഇപ്പൊ ടൈം ടേബിള് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ ആയിട്ട് യാതൊരു ബന്ധവും. പക്ഷെ ഈ ടൈം ടേബിൾ കൊള്ളാം. അത് കുഴപ്പമില്ല, പോയ സബ്ജക്ട് ഏതായാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ കംപ്ലീറ്റഡ് അല്ലേ, അപ്പൊ അത് ആ ഒരു കംപ്ലീഷൻ കിട്ടിയില്ലേ. ഇനി ബാക്കിയുള്ള സബ്ജക്ട് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ സ്കിൽ വരുന്ന ടൈം ഒന്നുകൂടെ പഠിച്ചു പോവാ. അപ്പൊ ഒരു റിവിഷൻ കൂടെ കംപ്ലീറ്റ് ആയിക്കോളും. ഈ ഓറിയന്റേഷൻ സെക്ഷൻ കണ്ടപ്പോ തന്നെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാ എവിടെയും കാണാത്ത ഹാപ്പിനെസ് സെക്ഷൻ ഒക്കെ ഇപ്പോഴാണ് കാണുന്നത്, ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. ഹാപ്പിനെസ് സെഷന്റെ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് നാളെ വരുന്നുണ്ട്. സോ എല്ലാവരും സെഷൻ അറ്റൻഡ് ചെയ്യാട്ടോ. നമുക്ക് 2 months കൂടുമ്പോഴാണ് ഹാപ്പിനെസ് അംബാസിഡറിന്റെ ലൈവ് സെഷൻ ഉണ്ടാവുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ മോഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും മിസ് ഔട്ട് ആവാതെ നാളത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി ഇവരെ സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്തിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ലൈക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെന്റേഴ്സിനോട് പറയാം, മെന്റേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരും. ലിങ്ക് ഷെയർ ചെയ്ത് തന്നതിന് ശേഷം നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ടൈമും ഡേറ്റും അനുസരിച്ചിട്ടുള്ള ഒരു സ്ലോട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവരോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ബാഗേജ് ഉണ്ട്, മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻ പേഴ്സൺ ആളോട് സംസാരിച്ചിട്ട് മാം ഉണ്ടാവും അവിടെ. നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിനായിട്ട് മാം നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ആവും. മേ ബി നമ്മൾക്ക് ഒരു നോൺ പേഴ്സൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നായിരിക്കും. ബട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് അംബാസിഡർ ആയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനോട് പറയാം. മെന്റേഴ്സ് ലിങ്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അത് കണ്ടപ്പോ ഒത്തിരി കോൺഫിഡൻസ് ഇട്ടിട്ടുണ്ട്. എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്ന് അറിയില്ല. ഇനി ടൈം ടേബിൾ കിട്ടിയപ്പോ നല്ല സമാധാനമായില്ലേ? ടൈം ടേബിൾ കിട്ടിയപ്പോ സമാധാനമായി. ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടല്ലേ അടുത്തത് തുടങ്ങാം. അതെ അതെ, വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയത്.
ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും ഒത്തിരിയധികം ഓപ്ഷനിൽ നിന്നാണ് ഈ ലേൺ വൈസിനെ ഞാൻ സെലക്ട് ചെയ്തത്. ഹാപ്പിയാണ്. ഇപ്പോ ഏത് തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ മെന്റേഴ്സ് ആയാലും, പിന്നെ അതുപോലെ തന്നെ ഹാപ്പി അംബാസഡർ ആയാലും, ഇപ്പൊ മെന്റലി നമ്മൾ ഡൗൺ ആയി പോയാലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇത്രയധികം നല്ലൊരു സപ്പോർട്ടിംഗ് ടീം നമ്മുടെ കൂടെ ഉള്ളതിൽ വളരെയധികം കോൺഫിഡൻസ് ആണ്. നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും ദിവസം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തന്ന ഈ ലേണേഴ്സ് ടീമിനോടും പിന്നെ മെന്റേഴ്സിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച് ജിതിൻ. ഓക്കെ ദെൻ, അപ്പൊ നമ്മള് ഈ എല്ലാ സെഷനിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഗെയിമിംഗ് ചെയ്തതും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളൊരു റാപ്പപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 8 സെഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റാപ്പപ്പ് വീഡിയോ. സോ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. Are you ready? Okay, so how is it? Nice. Nice. Watch. Okay, എല്ലാവർക്കും ഇഷ്ടമായോ റാപ്പപ്പ് വീഡിയോ? Okay then, so നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ആദ്യം തുടക്കം മുതലേ പറയുന്നത് ഓറിയന്റേഷൻ സെഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് ലാസ്റ്റ് സെഷൻ. സോ ഇറ്റ്സ് ടൈം ടു സ്വിച്ച് ഓൺ അവർ സ്റ്റഡീസ് അല്ലെ. സ്റ്റഡീസിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ഒരു ടൈം എത്തിയിരിക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ ആസ് പെർ ദ ടൈം ടേബിൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓരോ ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ റിവിഷൻ സെഷൻസ് നടക്കുന്നതായിരിക്കും. റിവിഷൻ സെഷൻസ് റിവിഷൻ മാത്രമല്ല എല്ലാ സെഷനും, ഇപ്പം ഇപിയുടെ ലൈവ് സെഷൻ ആയിക്കോട്ടെ, ഹാപ്പിനെസ് അംബാസഡർ ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും അത് പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ, എല്ലാം നിങ്ങൾ പ്രയർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് നമ്മൾ തലേദിവസമോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഒക്കെ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്യുക. സോ ബി പ്രിപ്പയർഡ്. നേരത്തെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സിന് വേണ്ടിയിട്ട് റെഡി ആവുക. എല്ലാ സെഷൻസും ഓൾമോസ്റ്റ് എല്ലാ സെഷൻസും 7 o'clock ശേഷം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഫ്രീ ആവുന്ന രീതിയിൽ മാനേജ് ചെയ്യാം, പ്രിപ്പയർ ആവാം. ദെൻ കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. റിവിഷൻ സെഷൻസ് ഒക്കെ ലൈവായിട്ട് തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡഡ് അവൈലബിൾ ആയിരിക്കും. ഈവൻ ദോ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ബിക്കോസ് ലൈവ് അറ്റൻഡ് ചെയ്യുന്ന അത്രയും ഒരു ശ്രദ്ധയില് കോൺസെൻട്രേഷനിൽ നമ്മൾ ഇരിക്കില്ല. റെക്കോർഡഡ് വീഡിയോ ബോറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് പോകും. ബിക്കോസ് നമുക്കത് പറ്റും ഓഫ് ചെയ്തിട്ട് പോവാനായിട്ട്, പിന്നീട് കാണാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നീട് കാണാനും കണക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തരുത്. എപ്പോഴും ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നാളെ നമുക്ക് ഹാപ്പിനെസ് അംബാസഡറിന്റെ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 മാസം കൂടുമ്പോൾ ഒരു സെഷനാണ് നമുക്ക് ഹാപ്പിനെസ് അംബാസഡറിൻ്റെത് ഉണ്ടാവുക. അതേപോലെ ഇപിയുടേത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെത് വീക്ക്ലി ആയിരിക്കും. ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റട്ടെ. ഐ എം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് കാവ്യ മാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ മിഷേൽ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോവാം. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കവറപ്പ് ചെയ്യാനുള്ള ഫുൾ പരിപാടി നിങ്ങൾ ചെയ്യാം. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പിന്നെ ചോദിക്കാന്ന് വെച്ച് ഇരിക്കാണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു സംശയം തോന്നുന്നത്, എപ്പോഴാണോ ഒരു ഡൗട്ട് തോന്നുന്നത്, മെന്റേഴ്സിനെ മെസ്സേജ് ചെയ്യാം. മെന്റേഴ്സ് ഡെഫിനറ്റ്ലി അത് കാണുന്ന സമയത്ത്
മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു കോപ്പറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വീക്ക്ലി കോൾസ് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് വീക്ക്ലി കോൾസ് നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്ക്, ഇപ്പൊ നമ്മളുടെ സിറ്റുവേഷൻസ് ഓരോ ടൈമും ഓരോ പോലെ ആയിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ പുറത്തായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലോ കാര്യങ്ങളോ ഓഫീസ് കഴിഞ്ഞിട്ട് വരിക, അങ്ങനത്തെ ഓരോ പരിപാടിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം, ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം, ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, മെന്റേഴ്സിനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വിളിക്കാം. അറിയാലോ, മോർണിംഗ് 9 to evening 9, മൺഡേ ടു സാറ്റർഡേ ഞങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്യുക. ഇൻ കേസ് ഞങ്ങൾ ലീവ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിയിച്ചിരിക്കുന്നതായിരിക്കും. അത് അറ്റൻഡ് ചെയ്യുക. ആൻഡ് മന്ത്ലി മീറ്റിംഗ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എവറി മന്ത് എൻഡിൽ ഒരു ഗൂഗിൾ മീറ്റ് നിങ്ങളുടെ ഒട്ടാകെ ബാച്ച് വൈസ് ആയിട്ട് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷന് എല്ലാ മാസാവസാനം നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം മന്ത് എൻഡ് മീറ്റിംഗ്സും വീക്ക്ലി കോൾസും അതേപോലെ തന്നെ ടൈം ടേബിളും, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി ചെയ്യുക. ലേൺ വൈസ് ഡേ പറ്റുന്ന പോലെയൊക്കെ ഫിൽ ചെയ്തിട്ട് തരിക. നമ്മൾ ഒരു 100 തവണ റിമൈൻഡർ തരാൻ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കരുത്. സോ നിങ്ങൾ ലേൺ വൈസ് ഡേ ഫിൽ ചെയ്തിട്ട്, നിങ്ങൾ എല്ലാവർക്കും അറിയാലോ വീക്ക്ലി കോൾസ് എന്നാ വരുന്ന, ഏത് ഡേ ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് മെന്റേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താണ്. അപ്പൊ ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മെന്റേഴ്സിനോട് ചോദിക്കുക ഏത് ഡേ ആയിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. ആ ഡേ നിങ്ങൾ ഒരു ഫോണിൽ റിമൈൻഡർ വെക്കുക, അല്ലെങ്കിൽ കാലണ്ടർ ആണെങ്കിൽ കാലണ്ടറിൽ നോട്ട് ചെയ്തേക്കുക, ഡയറിയിൽ നോട്ട് ചെയ്തേക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആവുന്ന ഒരു ടൈം വന്നിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇത്ര പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫ്രീ ആവുന്ന ടൈം ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ തിരക്കിലായിരുന്നു എന്നുള്ള അപ്ഡേറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോവാണ്, സിക്കാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഇൻ കേസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ലായിരുന്നു. ചിലർ പറയാറുണ്ട്, മിഷൽ മാം, ചിലർ പറയാറുണ്ട് എനിക്ക് പേടിയാണ് മാം വിളിക്കുമ്പോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എന്താ പറയാന്ന് പേടിച്ചിട്ട് ഞാൻ വീക്ക്ലി കോൾ അറ്റൻഡ് ചെയ്യാത്തതാണ്. പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ സെഷൻ ഒന്നൊക്കെ നടത്തുന്നത് നിങ്ങളോടൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് വിചാരിക്കട്ടോ. ഇത് നമ്മള് ട്രഡീഷണൽ ടീച്ചർ സ്റ്റുഡന്റ് കാര്യമൊന്നും അല്ല. അപ്പൊ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്ട്ലി മെന്ററായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മെന്റർ ഇൻ ദ സെൻസ് നമ്മൾ ലിറ്ററലി മെന്റേഴ്സ് ആണ് എല്ലാ കാര്യത്തിലും. സോ നിങ്ങള് ഈ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ടീച്ചേഴ്സിനെ കാണുന്നത് പോലെ നമ്മൾ മെന്റേഴ്സിനെ കാണേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, എനിക്ക് ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഫോൺ എടുത്തിട്ട് പറയുക, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ അത് പറയാൻ പേടിച്ചിട്ട് വീക്ക്ലി കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, മെസ്സേജ് അറ്റൻഡ് ചെയ്യാതിരിക്കുക, ദാറ്റ്സ് നോട്ട് ഫെയർ അല്ലേ. നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരിക്കലും. ബിക്കോസ് നമ്മളൊന്നും ചെയ്യൊന്നുമില്ല. നിങ്ങൾ വീക്ക്ലി എന്താ പറയാ, ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്നും ചെയ്യൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ട ഇങ്ങനെ പാച്ചപ്പ് ചെയ്യണം എന്നുള്ളത് ഗൈഡൻസ് നമ്മൾ പറഞ്ഞു തരും. സോ കോൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. മെസ്സേജസും അതേപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ റെഗുലർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോവാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്വിച്ച് ഇറ്റ് ഓൺ സെഷൻ. സോ ഈ ഒരു അവസരത്തില് നമ്മുടെ ലേൺ വൈസിന്റെ CEO മുഹമ്മദ് സാറിനോടും അതേപോലെ തന്നെ ഡയറക്ടർ നൗഫൽ സാറിനോടും ഒക്കെ ഭയങ്കര താങ്ക്സ് പറയേണ്ട ഒരു ടൈമാണ്. ബിക്കോസ് നമുക്ക് ഇത്രയും സെഷൻസ് നടത്താനുള്ള ഒരു സാഹചര്യം, അതേപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസ്റ്റന്റ് ഡിഗ്രി വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇത്രയും സാഹചര്യങ്ങളും ആപ്പായാലും നമ്മുടെ ക്ലാസ്സുകളായാലും ലൈവ് സെഷൻസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നിട്ടുള്ള ഫൗണ്ടേഴ്സ് ആൻഡ് കോ ഫൗണ്ടേഴ്സ് ആണ് ഈ മുഹമ്മദ് സാറും നൗഫൽ സാറും. സോ അവരൊക്കെ രണ്ടുപേരോടും ഒരു ബിഗ് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും ബിഹാഫില്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമ്മളെ മെന്റേഴ്സിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു ടീം ലീഡ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ ഞാൻ മാമിനും താങ്ക് യു പറയാണ്. ബിക്കോസ് നമ്മൾ മെന്റേഴ്സ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീം ലീഡിന്റെ TLന്റെ ഒരു പവർ തന്നെയാണ്.
So I wish to thank you, Lindsay ma'am, for this wonderful success. നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ ഇത്രയും സക്സസ്ഫുൾ ആക്കിയെടുത്തത് മാമിന്റെ ഒരു പ്രയത്നം തന്നെയാണ്, along with our coordination. So yes, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സെഷനിൽ നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുള്ള നമ്മുടെ അശോക് സർ, പോസ്റ്റ് കോർഡിനേറ്റർ അശോക് സർ, അതുപോലെ അഡ്മിഷൻ കോർഡിനേറ്റർ സാദിയ മാം ആൻഡ് അഡ്മിഷൻ കൗൺസിലർ സാദിഖ് സർ, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളോടും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനോടും താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ahead. Okay.